എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം. ചോദ്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ സയൻസ് ടീച്ചർ ആയതുകൊണ്ട് അറിഞ്ഞുകൂടാന്ന് സമ്മതിക്കാൻ ഒരു ഉളുപ്പുമില്ല. അതുകൊണ്ട് എന്തും ചോദിക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ലൂക്കോസ് കെ നീലമ്പേരൂർ എന്നാണ്. ഒരു സോഷ്യൽ വർക്കറാണ്. എന്താണ് ഈ സ്യൂഡോ സയൻസ് എന്നൊന്ന് പറയാൻ കൊള്ളാം. എനിക്കത് മനസ്സിലായിട്ടില്ല. ഒന്ന് ആയുർവേദം സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നു, ഹോമിയോ മരുന്ന് സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നു. എൻ്റെ ഒരനുഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ബസേലിയസ് കോളേജിൽ പഠിക്കുമ്പോൾ 1970 എനിക്ക് സ്കിൻ ഡിസീസ് ബാധിച്ചു. ഞാൻ അവിടെ മെഡിക്കൽ കോളേജ് ചികിത്സിച്ചിട്ട് ഭേദമായില്ല. ഒരു വിഷകാരിയെ കൊണ്ട് ചികിത്സിച്ചു. വിഷകാരിയെ ചികിത്സിച്ച് ഭേദമാക്കി 70. 1980 വീണ്ടും ഇതേ ചൊറി വന്നെനിക്ക്. ഞാനൊരു ഹോമിയോ ഡോക്ടറെ കണ്ട്. അദ്ദേഹം എനിക്കൊരു പൊടിക്കകത്ത് അല്പം മരുന്ന് ഒഴിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് വൈകിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങുക. നിങ്ങളുടെ ചെറുപ്പത്തിൽ വന്ന ചൊറി മുഴുവൻ നെടുകം തലയോട്ട് പാദം വരെ വരും. അത് കഴിഞ്ഞ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ചൊറി വരുന്നില്ല എങ്കിൽ മരണം വരെ ചൊറി വരില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. 1980 തൊട്ട് ഇന്ന് വരെ 40 വർഷമായില്ലേ, 45 വർഷമായി എനിക്ക് ആ ചൊറി വന്നിട്ടില്ല. പിന്നെ അപ്പോൾ എന്താണിത് സംഭവം? അപ്പോൾ അത് സൂഡോ സയൻസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഫലങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ആയുർവേദത്തിൽ എന്തുകൊണ്ടാണ്, അതും സൂഡോ സയൻസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഫലങ്ങൾ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. വളരെ അറിവ് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരം പ്രഭാഷണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസ്മരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ചോദ്യങ്ങളെല്ലാം വളരെ ചുരുക്കി ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 30 ചോദ്യങ്ങൾക്ക് തുല്യമായ ഒരു ചോദ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കടന്നുപോയി. അപ്പം ഞാൻ വളരെ ചുരുക്കി പരമാവധി അതിന് മറുപടി പറയാൻ ശ്രമിക്കാം. ആ ചോദ്യത്തിൻ്റെ ആകത്തുക അന്ന് അനുഭവങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അറിവുകൾ, ചിലതിനെ അശാസ്ത്രീയമെന്നോ ചിലതിനെ കപടശാസ്ത്രം, സ്യൂഡോ സയൻസ് എന്നോ വിളിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. നമ്മളിന്ന് മോഡേൺ സയൻസ് എന്ന് വിളിക്കുന്ന സയൻസിന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 500 വർഷത്തിന് പിന്നിലേക്ക് ചരിത്രമില്ല. സയൻസ് എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിയിട്ട് അതിനൊരു 500 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ദ ഒറിജിൻ ഓഫ് സയൻറ്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്ര വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1540കളിലാണ് നമ്മളിന്ന് കണക്കാക്കുന്നത്. നമ്മൾ പൊതുവെ റിനൈസൻസ്, നവോത്ഥാനം എന്നൊക്കെ വിളിക്കുന്ന സാമൂഹിക മാറ്റങ്ങൾ യൂറോപ്പിലുണ്ടാകുന്നതിന് സമാന്തരമായിട്ടാണ് ശാസ്ത്രത്തിലുള്ള അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് മനുഷ്യനൊന്നും അറിയുമായിരുന്നില്ല എന്നല്ല. മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ അതിനു മുമ്പും കണ്ടെത്തിയിട്ടുണ്ട്. സയൻസ് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് ഇതിൻ്റെ സീക്രട്ട് കിടക്കുന്നത്. സയൻസ് അറിവല്ല, അറിവുണ്ടാക്കാനുള്ള മാർഗമാണ്. ഒരു പ്രത്യേക രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷിച്ചാൽ വിശ്വസനീയമായ അറിവ്, റിലയബിളായിട്ടുള്ള അറിവ് കണ്ടെത്താൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് റെവല്യൂഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയ വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതിനു മുമ്പ് കണ്ടെത്തിയ പല കാര്യങ്ങളെയും ഈ രീതിയിലൂടെ പരിശോധിക്കുമ്പോൾ ചിലതൊക്കെ ശാസ്ത്രീയമായ അറിവാണ്, ചിലതൊക്കെ തീർത്തും അശാസ്ത്രീയമാണ്, ചിലതൊക്കെ ഭാഗികമായി മാത്രം ശാസ്ത്രീയമാണ്. അപ്പോൾ ആ ഭാഗികമായി മാത്രം ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നിന്നും അശാസ്ത്രീയ ഭാഗങ്ങൾ എടുത്തു മാറ്റി ശാസ്ത്രീയമായിട്ടുള്ള ഭാഗത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് പൊതുവിൽ ശാസ്ത്രം പിന്തുടരുന്ന രീതി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ശാസ്ത്രീയമോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് അറിവ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ച മാർഗമാണ്. ഇനി ആ മാർഗത്തിലേക്ക് വന്നാൽ, ഈ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് അനുഭവം മാത്രം വച്ച് പറയാൻ പറ്റില്ല. ഭൂമിയുടെ രൂപം ഉരുണ്ടതാണോ പരന്നതാണോ? ഞാൻ ചോദ്യം ചോദിച്ചാണ്. ഭൂമിയുടെ രൂപം ഉരുണ്ടതാണോ പരന്നതാണോ? പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, എല്ലാവരും ഉരുണ്ടതാണെന്ന് വിചാരിക്കുന്നവരാണ്. ഭൂമിയുടെ രൂപം ഉരുണ്ടതാണെന്ന് അനുഭവിച്ചിട്ടുള്ള എത്ര പേരുടെ ഉണ്ട്? ഭൂമിയുടെ രൂപം ഉരുണ്ടതാണ് എന്ന് അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾക്ക് നിരക്കുന്ന കാര്യമല്ല. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥലമൊക്കെ പരന്നാണ് കിടക്കുന്നത്. ജലാശയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ജലം പരന്ന കിടക്കും. ഓക്കെ, ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കാൻ അനുഭവം പോരാ. അല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ചുള്ള അനുഭവം പരന്നിട്ടാണെന്നാണ് നമുക്ക് കിട്ടുന്നത്, ആ അനുഭവം സത്യമല്ല. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമല്ല കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള മാർഗം. അല്ലെങ്കിൽ അനുഭവങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഒരുപാട് പേർക്ക് ഒരേ സമയം അനുഭവവേദ്യമാകണം. ഒരുപാട് രീതിയിൽ മറ്റ് രീതിയിൽ അതിനെ അല്ലെങ്കിൽ പരിശോധിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്നതാകണം. അത് മറ്ററിവുകളുമായി യോജിക്കുന്നതാവണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഒരുപാട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനെ ശാസ്ത്രീയമായ അറിവ് എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു ദിവസം നല്ല തലവേദന വരുന്നു. ഓക്കെ, അപ്പം ഞാൻ അന്ന് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നീല നിറത്തിലുള്ള ഷർട്ട് ഇടാം. ഞാൻ നീല നിറത്തിലുള്ള ഷർട്ട് ഇടുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദന പോയി. അപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, നീല ഷർട്ട് ഇട്ടാൽ മതി, തലവേദന വരുമ്പോൾ നീല ഷർട്ട് ഇട്ടാൽ തലവേദന പോകും. കാരണം എൻ്റെ അനുഭവം അതാണ്. എന്താണ് ഈ പറയുന്ന പ്രശ്നം? തലവേദന വരാനും അത് പോകാനും ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ആരോപിച്ചാൽ പറ്റില്ല, അത് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ശരീരം എൻ്റെ ആണല്ലോ. അപ്പോൾ ഈ ശരീരത്തെക്കുറിച്ച് എന്നെക്കാൾ നന്നായി വേറെ ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ ശരീരമാണല്ലോ. അപ്പോൾ എനിക്ക് അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണേണ്ട കാര്യം എന്താ? ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ പോരെ. കാരണം ഡോക്ടർക്ക് എൻ്റെ ശരീരത്തെക്കുറിച്ച് എന്തറിയാം? എനിക്കല്ലേ എൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ അനുഭവങ്ങളുള്ള ആർക്കാണ്? എനിക്കാണ്. അപ്പോൾ ആ അനുഭവം അല്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അനേകം ശരീരങ്ങളെക്കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി അത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട്. ഇതുവരെ ആരെങ്കിലും മനുഷ്യ ശരീരം കീറി മുറിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥികൾ അത് ചെയ്യേണ്ടി വരും. ഒരുപാട് പേര് ഫസ്റ്റ് ഇയറിൽ ബോധം കെട്ട് വീഴാറുണ്ട് ആദ്യമായിട്ട് ബോഡി തുറക്കാൻ പറയുമ്പോൾ. ഓക്കെ, അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ തന്നെ പഠിച്ചത്. ഇത് പണ്ടൊരു കാലത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശരീരങ്ങൾ എവിടുന്ന് കിട്ടും? ശവശരീരം സെമിത്തേരിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണ് ആദ്യകാലത്ത് ആൾക്കാർ സയൻസിലൂടെ ശരീരത്തെ മനസ്സിലാക്കിയത്. വേറെ മാർഗ്ഗമൊന്നുമില്ല. ആരെങ്കിലും കൊടുക്കുമോ? എന്നാൽ എൻ്റെ ശരീരം തുറന്ന് പഠിച്ചോ? ആരെങ്കിലും നിന്ന് കൊടുക്കുമോ? ഇല്ല. മരിച്ചാലേ കിട്ടും. മരിച്ച ബന്ധുക്കൾ വിട്ടു കൊടുക്കുമോ? ഇല്ല, മോഷ്ടിച്ചിട്ടാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ശരീരത്തെക്കുറിച്ചായാലും ഒക്കെ ആളുകൾ പഠിച്ചു വച്ചേക്കുന്നത്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശാസ്ത്രീയമായ ചികിത്സ ചെയ്യേണ്ടത്. അനുഭവങ്ങൾ പല രീതിയിൽ വരും. നീല ഷർട്ട് ഇട്ടതുകൊണ്ട് സംഭവിക്കാം, KSRTC ബസ് യാത്ര ചെയ്തുകൊണ്ട് രോഗം മാറാം. പക്ഷേ അത് പോരാ, നമുക്കതിൻ്റെ സയൻസ് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് സാറ് പറഞ്ഞ ഉദാഹരണം ബ്ലോക്ക്, എന്താണ് സംഭവം? എവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നത്? നമ്മൾ ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ട്രാഫിക് ബ്ലോക്ക് വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഈ രക്തക്കുഴലിൽ കിടക്കി വരുന്ന ബ്ലോക്ക് നമ്മളെങ്ങനെയാണ് പരിഹരിക്കുക? അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഇത് എവിടുന്നാണ് വരുന്നത്? ആരാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? ആരാണ് ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് 20 വയസ്സുള്ള ആളിനെ അപേക്ഷിച്ച് 50 വയസ്സുള്ള ആളിന് ബ്ലോക്കിൻ്റെ സാധ്യത കൂടുതലാകുന്നത്? കാരണം ആ രക്തക്കുഴലിൽ കൂടെ കുറേ കാലമായിട്ട് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ രക്തമാണ് ശരീരത്തിലെ എല്ലാ സാധനങ്ങളെയും വഹിച്ചു കൊണ്ട് പോകുന്നത്. അതിനെ വിളിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ്. അത് പോഷകങ്ങളെയും ഒക്കെ ഓക്സിജനെ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനമൊക്കെ ഈ രക്തക്കുഴലിനകത്തേക്ക് ഇങ്ങനെ വന്ന് അടിയും സൈഡിൽ. അത് കുറേ കഴിയുമ്പോൾ നമ്മുടെ പ്ലംബ് ചെയ്ത് വെക്കുന്ന പൈപ്പിനകത്ത് വെള്ളത്തിൻ്റെ ഓര് പിടിക്കുന്നുണ്ടല്ലേ, വെള്ളത്തിലുള്ളതാണ് സാധനം. പക്ഷേ വെള്ളം കുറേ ഒഴുകി കഴിയുമ്പോഴത്തേക്കും വക്കിൽ ഇങ്ങനെ പതിയെ അടിഞ്ഞു കൂടും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല പൈപ്പുകളും അടഞ്ഞു പോകും. ഇതടഞ്ഞിട്ട് ഇത് തന്നെയാണ് ബ്ലോക്ക്. ഈ ബ്ലോക്ക് ചിലപ്പം പെർമനൻ്റ്ലി നല്ല ഒട്ടിപ്പിടിച്ചിരിക്കാം, ചിലത് കുറേ കഴിയുമ്പോൾ ഒതുങ്ങി അങ്ങ് പോയേക്കാം, ചിലത് പറ്റിപ്പിടിച്ച് അവിടെ തന്നെ ഇരിക്കും, വലുതാവുമ്പോൾ രക്തത്തിന് ഒഴുകാനുള്ള ദ്വാരം ചെറുതാവും. അപ്പം ആരാ ഈ രക്തം താനേ ഒഴുകി പോകുമല്ലോ? എങ്ങനെ ഒഴുകുന്നത്? ഹൃദയം ഇവിടെ ഇരിക്കുന്നത്, തലച്ചോറ് ഇവിടെ ഇരിക്കുന്നത്. തലച്ചോറിന് എങ്ങനെ രക്തം കിട്ടുന്നത്? ആ രക്തം പമ്പ് ചെയ്ത് കയറ്റണം, അല്ലാതെ കയറില്ല. ഗ്രാവിറ്റി താഴോട്ടാണ്, അതിനെതിരെ പ്രവർത്തിക്കണം. അപ്പോൾ ഹൃദയത്തിന് പണി കൂടും. ഹൃദയത്തിന് പണി കൂടുമ്പോൾ അത് എങ്ങനെ നമ്മൾ അറിയും? അത് പ്രഷർ നോക്കുമ്പോൾ അറിയാം. ഹൃദയം ഇരുന്ന് ഇങ്ങനെ തള്ളി വിടുകയാണ്, അതുകൊണ്ട് പ്രഷർ കൂടും. ഓക്കെ, അപ്പം പ്രഷർ കൂടുമ്പോൾ മനസ്സിലായിക്കോണം ഹൃദയം പണിയെടുക്കുകയാണ്, ഹൃദയത്തിന് പണി കിട്ടാം. ഇനി ഈ രക്തക്കുഴൽ എങ്ങോട്ടുള്ളതാണെന്നനുസരിച്ചിട്ട് വേറെയും പണി വരും. തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിലാണ് ഈ അടവ് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രഷർ കൂടുമ്പോൾ ഇത് അടയുമ്പോൾ രക്തം അവിടെ എത്തില്ല. രക്തം അവിടെ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
തലച്ചോറിൻ്റെ ആ ഭാഗം അങ്ങ് നിൽക്കും. അത് ഏത് ഭാഗം എന്നനുസരിച്ചിരിക്കും. ചില ഭാഗങ്ങൾ ചലനത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണെങ്കിൽ ചലിക്കാൻ പറ്റാതാവും. സംസാരത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണെങ്കിൽ സംസാരശേഷി പോകും. നമ്മൾ സ്ട്രോക്ക് എന്നൊക്കെ വിളിക്കും. ഇനി ഹൃദയത്തിന് പ്രവർത്തിക്കാനും രക്തം വേണ്ടേ? ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലിലാണ് ഈ സംഭവിക്കുന്നതെങ്കിലോ ഹൃദയം നിൽക്കും. അതിനൊരു പേരുണ്ട്, ഹാർട്ട് അറ്റാക്ക്. ഹൃദയം നിന്നാൽ പിന്നെ എങ്ങോട്ടും രക്തം പോകില്ല, കാരണം ഹൃദയം പമ്പ് ചെയ്താലേ പോകൂ. അപ്പോൾ ആൾക്കാർ നിന്ന നിപ്പിൽ കുഴഞ്ഞങ്ങ് വീഴും. ഇനി നിങ്ങൾ നല്ല കട്ടിക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയം കൂടുതൽ കഷ്ടപ്പെട്ട് പമ്പ് ചെയ്യണം. പക്ഷേ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പണി കൂടുതൽ വരുമ്പോഴത്തേക്കും സപ്ലൈ കുറവാണെന്നുള്ള കാര്യം ഹൃദയത്തിന് തിരിച്ചറിയാൻ പറ്റും. ഹൃദയം പണി നിൽക്കാം. അതാണ് പല ആൾക്കാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുഴഞ്ഞ് വീഴുന്നത്. നോക്കുമ്പം പ്രശ്നമൊന്നുമില്ല, ആളിന് ഹാർട്ടാണ്. അപ്പോൾ ബ്ലോക്കിനെ നമുക്ക് എന്തെങ്കിലും കഴിച്ച് താനെ എടുത്ത് കളയാൻ പറ്റില്ല. അങ്ങനെ ബ്ലോക്ക് ഇല്ല എന്ന് തോന്നിയെങ്കിൽ ഒന്നുകിൽ ആദ്യം ബ്ലോക്ക് കണ്ടുപിടിച്ചത് റോങ് ഡയഗ്നോസിസ് ആണ്, അല്ലെങ്കിൽ ചെറിയ ബ്ലോക്കായിരുന്നു, അത് താനെ പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയും ശരീരത്തെക്കുറിച്ചിട്ടുള്ള തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ശരീരത്തിൽ അത് പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കുള്ള പണിയാണ് ആ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഓരോരുത്തരും നമ്മുടേതായ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരം വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത്. വേറൊരാളുടെ ശരീരത്തിൽ ഇത് പ്രയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാവുന്നത്. ഓക്കെ, നമ്മളുടെ ശരീരത്തിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സയൻറ്റിഫിക് അല്ലാത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ സംഗതി എന്തുകൊണ്ടാണ് ആ ബ്ലോക്ക് അവിടെ വരുന്നത്, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലേ അതെങ്ങനെ എവിടെ നിന്ന് മാറ്റാമെന്ന് മനസ്സിലാവും. അത് എങ്ങനെ മാറ്റാമെന്നുള്ള ആലോചനയും സയൻറ്റിഫിക്കായിട്ട് വേണം. ആഹാരം എങ്ങനെയാണ് അകത്ത് കഴിക്കുന്നത്, ആഹാരം എങ്ങനെയാണ് രക്തത്തിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്നത്, അതെങ്ങനെയാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെല്ലുന്നത്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുമായിട്ട് ബന്ധപ്പെട്ട അസംഖ്യം അറിവുകൾ അവിടെ വരണം. അപ്പോൾ ഇത് മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. സാറിൻ്റെ ചോദ്യത്തിലുണ്ടായിരുന്ന കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. സാമുവൽ ഹാനിമാൻ മോഡേൺ മെഡിസിൻ ഡോക്ടർ അല്ല. സാമുവൽ ഹാനിമാൻ അന്നത്തെ അലോപ്പതി എന്ന് ഹാനിമാൻ തന്നെ വിളിച്ചിരുന്ന മെഡിക്കൽ പ്രാക്ടീസിലാണ് തുടങ്ങുന്നത്. അത് ഇന്നത്തെ മോഡേൺ മെഡിസിനുമായിട്ട് ഒരു ബന്ധമില്ല. അത് നമ്മൾ ഇന്നത്തെ മോഡേൺ മെഡിസിൻ അലോപ്പതി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഈ പേര് സാമുവൽ ഹാനിമാൻ അന്നത്തെ മെഡിക്കൽ സയൻസിന് ഇട്ട പേരാണ്. അന്നത്തെ മെഡിക്കൽ സയൻസ് സാമുവൽ ഹാനിമാൻ 1700-കളിൽ ജീവിച്ചിരുന്ന ആളാണ്. സാമുവൽ ഹാനിമാൻ മരിച്ച ശേഷമാണ് ജേം തിയറി ഉണ്ടാകുന്നത്. രോഗാണുക്കൾ കാരണം രോഗം വരാമെന്ന ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ ബേസ് ആയിട്ടുള്ള സംഗതി കണ്ടുപിടിച്ച റോബർട്ട് കോച്ച് ജനിക്കുന്നത് സാമുവൽ ഹാനിമാൻ മരിച്ച ശേഷമാണ്. സാമുവൽ ഹാനിമാൻ ജീവിച്ചിരിക്കുമ്പോൾ രക്തത്തിന് പല ഗ്രൂപ്പുകളുണ്ടെന്നറിയില്ല. ബേസിക് ആയിട്ടുള്ള ശരീരത്തെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് സാമുവൽ ഹാനിമാൻ ജീവിച്ചിരുന്നത്. അന്നത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്തോ മോശം ഘടകങ്ങൾ കയറി പറ്റുന്നതുകൊണ്ടാണ് അസുഖം വരുന്നത് എന്നാണ് ആളുകൾ കരുതിയിരുന്നത്. അതുകൊണ്ട് പ്രധാന ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ് ആണ്. രക്തത്തിലുള്ള എന്തോ ദോഷമാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുറിവുണ്ടാക്കി രക്തം അങ്ങ് ഊറ്റിച്ച് കളയും. പിന്നെ പർഗേറ്റീവ്സ് കൊടുത്ത് ഛർദ്ദിപ്പിക്കും. അകത്ത് ആഹാരത്തിൻ്റെ കൂടെ പോയിക്കുന്ന വിഷമാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. നമുക്ക് ഫുഡ് പോയ്സൺ വരാം, പക്ഷേ എല്ലാ അസുഖങ്ങളും അങ്ങനെയല്ല ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇതൊക്കെ വളരെ വളരെ പ്രാകൃതമായ ചികിത്സാ രീതിയാണ്. എന്തുകൊണ്ടെന്ന് ശരീരത്തെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം പല കാര്യങ്ങളും നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകൾ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ ബ്ലഡ് ലെറ്റിങ്ങിനെ തൊന്നാണ് മരിക്കുന്നത്. എന്തോ ഒരു അസുഖം വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു അപ്പോത്തിക്കിനി പറഞ്ഞു പണി തുടങ്ങാമെന്ന് പറഞ്ഞു, രക്തം ഊറ്റിച്ചു. അതും കൂടെ ചേർന്നാണ് മരി. അത് അന്നത്തെ കാലം. അവിടുന്ന് നമ്മളിന്ന് എന്തൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ നമ്മൾ ആ പഴയ സാമുവൽ ഹാനിമാൻ ഈ വളരെ പ്രാകൃതമായ ചികിത്സാ രീതികൾക്കെതിരെയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്ന സ്വന്തം ചികിത്സാ രീതി കൊണ്ടുവരുന്നത്. എന്നിട്ട് അദ്ദേഹം മറ്റേ രീതിയെ കളിയാക്കി വിളിച്ച പേരാണ് അലോപ്പതി. ഓക്കെ, ഇന്നത്തെ മോഡേൺ മെഡിസിനായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഹാനിമാൻ കൊണ്ടുവന്ന ചികിത്സാ രീതി എന്താണ്? എങ്ങനെയാണ് ആ രീതിക്കകത്ത് എത്തിയെന്ന് വെച്ചാൽ അവിടെ സിങ്കോണ എന്നൊരു മരത്തിൻ്റെ കറയുണ്ട്. അതിന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. അത് അദ്ദേഹം അകത്തേക്ക് എടുത്തപ്പോൾ അദ്ദേഹത്തിന് വിറയൽ വന്നു. ഓക്കെ, അപ്പോൾ ഹാനിമാൻ ഉണ്ടാക്കിയ തിയറി മലേറിയ വരുമ്പോഴാണല്ലോ വിറയലുണ്ടാകുന്നത്. അപ്പോൾ ഈ മലമ്പനിക്ക് തുല്യമായ അതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സിങ്കോണയുടെ മരത്തിൻ്റെ ഇതിന് കറയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മലമ്പനി ഉള്ള ആളിന് സിങ്കോണ കൊടുത്താൽ ആ വിറയലും ഈ വിറയലും കൂടെ ക്യാൻസൽ ആകുമല്ലോ. സാമ്യത്തെ സുഖപ്പെടുത്തും. ഓക്കെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ സിങ്കോണ മരം ഹാനിമാൻ അലർജിക്കായിരുന്നു, അതുകൊണ്ടാണ് ഈ വിറയൽ വന്നത്.
ഹാനിമാൻ്റെ വ്യക്തി അനുഭവമാണ്. എനിക്ക് നീല ഷർട്ടിട്ടപ്പോൾ തലവേദന പോയതുപോലെ തന്നെ. അപ്പോൾ ഹാനിമാൻ അതിനെ തീരെയാക്കി. ഇനിയും തീർന്നില്ല, നേർപ്പിക്കും തോറും മരുന്നിൻ്റെ വീര്യം കൂടും. 2 ഹോമിയോപ്പതി ഡോക്ടർമാരെ കുറിച്ചൊരു കോമഡി ഉണ്ട്. അവർ ബാറിൽ പോയി. അപ്പോൾ രണ്ടുപേരും കൂടെ ഓരോ ചെറുത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒരു ഹോമിയോ ഡോക്ടർ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റേ ഹോമിയോ ഡോക്ടർ പറഞ്ഞു, എടാ കൂമ്പ് വാടിപ്പോകും. കാരണം ഹോമിയോപ്പതിയുടെ തത്വം അനുസരിച്ചിട്ട് നേർപ്പിക്കും തോറും വീര്യം കൂടും. ഇത് ഏതൊരാൾക്കും പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് തെറ്റാണെന്ന്. നിങ്ങൾ നാരങ്ങ വെള്ളം കലക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കറക്റ്റ് മധുരമാക്കിയിട്ട് വെള്ളം ചേർത്തുകൊണ്ടിരുന്ന മധുരം കൂടുമോ കുറയോ? നാരങ്ങയുടെ ടേസ്റ്റ് കൂടുമോ കുറയോ? കുറഞ്ഞേ പറ്റും. അപ്പോൾ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ് ശരിയാകണമെങ്കിൽ മോഡേൺ സയൻസ് മൊത്തം തെറ്റാവണം. പീസായിട്ടല്ല, മൊത്തം അതൊരു അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അതിനെ ഒരു സയൻസായിട്ട് വിശേഷിപ്പിക്കുന്നെങ്കിലാണ് നമ്മൾ മറ്റേ വാക്ക് ഉപയോഗിക്കുന്നത്, സ്യൂഡോ സയൻസ്. സയൻസാണെന്ന് നടിക്കാൻ ശ്രമിക്കുന്നത്. മന്ത്രവാദം സ്യൂഡോ സയൻസ് ആണെന്ന് ആരും പറയില്ല. കാരണം സയൻസ് ആണെന്നല്ല പറയുന്നത്. അത് പറയുന്നത് സയൻസിന് അപ്പുറം എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ, അതിനെ നമുക്ക് സൂപ്പർസ്റ്റിഷൻ എന്നൊക്കെ വിളിച്ച് മാറ്റാം. മറ്റതങ്ങനല്ല, ഇത് കറക്റ്റ് സയൻസാണ്. പക്ഷെ പറയുന്നത് മോഡേൺ സയൻസിൻ്റെ തത്വങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആയുർവേദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിന് കൂടുതൽ പഴക്കമുണ്ട്. ആയുർവേദം ഹാനിമാൻ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടായ അനുഭവത്തിൻ്റെ പുറത്തുണ്ടായതുപോലെ ഉണ്ടായതല്ല, കാലങ്ങൾ കൊണ്ടുണ്ടായത് വന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഹെർബ് അല്ലെങ്കിൽ സസ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മരുന്നുകളാണ് ആയുർവേദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളിൽ ഒരുപാട് രാസവസ്തുക്കളുണ്ട്. നമുക്ക് ഈ രാസവസ്തു എന്ന് പറയുമ്പോൾ എന്തോ കെമിക്കൽ ലാബിൽ മാത്രം ഇരിക്കുന്നതാണെന്നൊരു തോന്നലുണ്ട്. രാസവസ്തു എല്ലാത്തിലുണ്ട്. നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാ രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും നമുക്ക് വേണ്ട പോഷകങ്ങൾ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, സ്റ്റാർ, ഇങ്ങനെ പല വാക്കുകൾ നമ്മൾ കേൾക്കുന്ന എല്ലാം വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നല്ല രാസവസ്തുക്കളാണ്. ഇതകത്ത് നിന്നിട്ട് ശരീരത്തിലെ ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ടൊക്കെ മിക്സ് ചെയ്തുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇതിനെയൊക്കെ വലിച്ച് കീറി ചെറിയ ചെറിയ തന്മാത്രകളാക്കിയിട്ടാണ് ശരീരം അബ്സോർബ് ചെയ്യുന്നത്. അല്ല നമ്മൾ ബീഫ് കഴിച്ചാൽ ബീഫായിട്ടല്ല രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ബീഫ് കഴിച്ചിട്ട് ബീഫിൻ്റെ കഷ്ണം രക്തത്തിൽ കൂടെ പോകുമോ? പോകില്ല, അത് അകത്ത് പോകും. ബീഫ് കഷ്ണമായിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പീസ് എടുത്ത് കഴിച്ചാൽ തൊണ്ടയെ കുരുങ്ങി ചിലപ്പോൾ മരിച്ചു പോകും. നമുക്കറിയാം, അത് പീസ്. ശരീരത്തിന് ഈ കെമിക്കൽസേ അറിയാവൂ. ഇതുപോലുള്ള ചില കെമിക്കൽസ് നമുക്ക് അത് എവിടെ നിന്നാണ് വന്നതെന്ന് ശരീരത്തിന് അറിഞ്ഞുകൂടാ. കെമിക്കൽ ഏതാണെന്നേ അതിനറിയാവൂ. അപ്പോൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല രാസവസ്തുക്കളും പല ചെടികളിലും ഉണ്ട്. ആ ചെടികൾ അകത്തേക്ക് പോകുമ്പോൾ ആ രാസവസ്തുക്കൾ ചിലതൊക്കെ ഫലിക്കും. പക്ഷേ ഒരു സമൂലം എന്നൊരു പ്രയോഗമുണ്ട് ആയുർവേദത്തിൽ. സമൂലം എന്ന് പറഞ്ഞാൽ വേരുൾപ്പെടെ എടുത്തരയ്ക്കണം എന്നാണ്. ചെടികളിൽ ഒരുപാട് രാസവസ്തുക്കളുണ്ട്, നമുക്ക് വേണ്ടത് മാത്രമല്ല. കാരണം ചെടിയുടെ രാസവസ്തുക്കൾ ചെടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ അഹങ്കാരമാണ് ഈ ചെടിയൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടായതാണ്. അല്ല, ചെടിക്ക് വേണ്ടി ഉണ്ടായതാണ്. പശു നമുക്ക് പാല് തരുമെന്നല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ആണോ? ഏത് പശുവാണ് നിങ്ങൾക്ക് പാല് തന്നിട്ടുള്ളത്? പശുവിൻ്റെ കുട്ടിയെ മാറ്റി കെട്ടിയിട്ട് നമ്മൾ കറന്നെടുക്കും. അല്ല, പശു തരൂല്ല. തെങ്ങ് നമുക്ക് തേങ്ങ തരുന്നു. പിന്നെ തെങ്ങിൻ്റെ വിത്താണ്, അതിന് സ്വന്തം കുട്ടികളെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനാണ് തേങ്ങ. നമ്മളത് പൊട്ടിച്ച് തേങ്ങ വെള്ളം കുടിച്ചിട്ട് അരച്ച് കറി വയ്ക്കുന്നതിന് തെങ്ങെന്ത് ചെയ്തു? അതിന് തിരിച്ച് ചീത്ത വിളിക്കാനുള്ള നാക്കില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചീത്ത കേൾക്കുന്നില്ല. പശുവിനും ഇത് പറ്റുന്നില്ല. പല ജീവികൾക്കും സംസാരശേഷി ഇല്ലാത്തത് നമുക്ക് നല്ലതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് പരീക്ഷയ്ക്ക് എഴുതിയത് വീട്ടിൽ പാല് തരുന്ന മൃഗം ഒരു മാമൻ എന്ന് എഴുതി. ഏറ്റവും നല്ല ഉത്തരവാണ്. കുട്ടി നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു മാമൻ രാവിലെ പാൽ കൊണ്ട് തരും. അല്ല, പശു പാലും തരത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് ചെടികളുടെ ആവശ്യമാണ്. അതിന് നമുക്ക് ഗുണമുള്ളതുമുണ്ട് ദോഷമുള്ളതുമുണ്ട്. പ്രകൃതിദത്തമാണ് എന്ന് കരുതി എല്ലാം സേഫല്ല. സൂയിസൈഡ് ഫ്രൂട്ട് എന്ന് വിളിക്കപ്പെടുന്നൊരു പഴമുണ്ട്. ഏതാണ്? ഒതളങ്ങ. പ്രകൃതിദത്തമാണ്. നല്ല പ്രകൃതിദത്തമായ ഒതളങ്ങ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ക്യൂ നിന്ന് ചിലപ്പോൾ വാങ്ങിച്ച് കുടിക്കും. പക്ഷേ വിൽക്കുന്നവൻ അകത്ത് പോകുന്നുള്ളത് മാത്രമാണ് അത് വിൽക്കാത്തത്, ചത്തുപോകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചെടിയൊക്കെ അരച്ച് ഇളകി കുടിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ഫലിക്കും, ചിലതൊക്കെ തിരിച്ചടിക്കും. ഇപ്പോഴും ആയുർവേദം നിൽക്കുന്നത് വാദം, പിത്തം, കഫം എന്നിങ്ങനെ ത്രിദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ 3 ദോഷങ്ങൾ ഇതുവരെ ആർക്കും ഒരു ടെസ്റ്റിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലഡിലുള്ള സാധാരണ കെമിക്കൽസൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് സ്യൂഡോ സയൻസാണ്. ബിക്കോസ് ഇറ്റ് ആക്ട്സ് ലൈക്ക് ഇറ്റ് ഈസ് സയൻസ് ബട്ട് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക്. ഓക്കെ. അപ്പോൾ ചോദ്യം വളരെ നീണ്ടതായതുകൊണ്ട് ചോദ്യത്തിലെ പല അംശങ്ങളിലേക്കും ഇനിയും എനിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്.
ആ ചോദ്യത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ഉത്തരത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് സയൻസ് ഇസ് നോട്ട് ദ നോളജ് ഇറ്റ് സെൽഫ്, ഇറ്റ് ഈസ് എ വേ ഓഫ് അക്വയറിങ് നോളജ്. ആ മെത്തേഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു, അല്ലാത്ത കാര്യങ്ങൾ അവിടെ അവശേഷിപ്പിച്ചു പോയി. ഇപ്പോൾ ന്യൂട്ടനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുള്ളി ഗ്രാവിറ്റി കണ്ടുപിടിച്ചെന്ന് മാത്രമാണ്. ന്യൂട്ടൺ ബൈബിൾ ഡീകോഡ് ചെയ്ത് ലോകാവസാനം എങ്ങ് വരുമെന്നും ആൽക്കമിയിലൂടെ ഈയത്തെ എങ്ങനെ സ്വർണ്ണമാക്കി മാറ്റാമെന്നും കണ്ടെത്താനാണ് ജീവിതത്തിൻ്റെ 30 വർഷം ചിലവഴിച്ചത്. അതാരും സ്കൂളിൽ പഠിപ്പിക്കില്ല, കാരണം അത് അൺസയൻറ്റിഫിക്കാണ്, അത് അന്നേ കളഞ്ഞു. ന്യൂട്ടൻ്റെ നല്ല ചെറുപ്പകാലത്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ന്യൂട്ടൻ്റെ പേരിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. കുറച്ച് പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി പിന്നെ വേറെ പല മേഖലകളിലുമാണ് വിഹരിച്ചുകൊണ്ടിരുന്നത്. സാമാന്യം നല്ല പ്രായമാവുന്നവർ ജീവിച്ചിരുന്ന ആളുമാണ്. പക്ഷേ പിന്നീടുള്ള ജീവിതകാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വന്ന പല കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ ഈ ന്യൂട്ടനെക്കുറിച്ച് പഠിക്കാൻ ചെന്നാൽ മാത്രമേ നമ്മളതൊക്കെ കാണൂ, അല്ലാതെ പുസ്തകങ്ങളിലേക്കൊന്നും അത് വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്, ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു, അതെങ്ങനെ പറയുന്നു, അതെങ്ങനെ നമുക്ക് തെളിയിക്കാം, അത് മാത്രമാണ് സയൻസിൻ്റെ മാനദണ്ഡം. ഓക്കെ, താങ്ക് യു.